പൂന്തോട്ടത്തിൽ പൂക്കൾക്ക് വെള്ളം നനയ്ക്കുന്നതിനിടെ അയാൾക്ക് പൂച്ചട്ടി ചെറുതായി അനങ്ങിയതായി തോന്നി. കാറ്റായിരിക്കുമെന്ന് കരുതി. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മണ്ണ് താഴുന്നത് ശ്രദ്ധിച്ചു. വലിയ എലി ഉണ്ടാകുമെന്ന് സംശയിച്ച് അയാൾ വിഷം വാരി വിതറി. പക്ഷേ ഫലമുണ്ടായില്ല. പകരം കുഴി വലുതായി. അയാൾ ഒരു ചെറിയ ഡിറ്റക്ടർ വാങ്ങി കുഴിയെടുത്തു. ഒരു കെണി വെച്ചതിൽ നിലക്കടല വെണ്ണ വെച്ചു. കെണി പ്രവർത്തിച്ചാൽ അറിയാൻ ഒരു കൊടിമരം മുകളിൽ വെക്കുകയും ചെയ്തു. ഇതൊന്നും ശ്രദ്ധിക്കാതെ അയാളുടെ ഭാര്യ അസാധാരണമായി പരിഭ്രമിച്ചിരുന്നു. പിറ്റേന്ന് അയാൾ നേരത്തെ വീട്ടിലെത്തിയപ്പോൾ ഭാര്യ പുറത്തേക്ക് ഓടിവന്ന് പറഞ്ഞു, BBQവിൽ നിന്ന് കുറച്ച് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരൂ, എനിക്ക് വിശക്കുന്നു. അവൾ അകത്തേക്ക് പോയ ഉടൻ കെണിയിലെ കൊടി വിറയ്ക്കാൻ തുടങ്ങി. അയാൾ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കെണി ഒഴിഞ്ഞിരുന്നു. എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കി അയാൾ ഉടൻ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അയൽക്കാരനായ മിസ്റ്റർ ശർമ്മയുടെ വീട്ടിലേക്ക് ഒരു നോട്ടമെറിഞ്ഞു. 3-ാം ദിവസം ഒരു ആഴ്ചത്തെ ബിസിനസ് യാത്ര പോകുന്നുവെന്ന് അയാൾ ഭാര്യയോട് കള്ളം പറഞ്ഞു. അത് കേട്ടതും അവളുടെ മുഖം തിളങ്ങി. പക്ഷേ അവൾ വാതിൽ തുറന്നതും അകത്ത് ഒരു വലിയ സ്ഫോടന ശബ്ദം കേട്ടു. അവൾ നിലവിളിച്ച് പുറത്തേക്കോടി. മിനിറ്റുകൾക്കുള്ളിൽ ഫയർഫോഴ്സ് എത്തി. അവളുടെ മുഖത്ത് ചെറിയ രക്തക്കറകൾ ഉണ്ടായിരുന്നു. ഫയർമാൻ ചോദിച്ചു, നിങ്ങൾക്ക് പരിക്കുണ്ടോ? അവൾ പറഞ്ഞു, ഇല്ല, എനിക്കല്ല, മിസ്റ്റർ ശർമ്മയ്ക്കാണ് പരിക്കേറ്റത്, മണ്ണിനടിയിൽ ഉണ്ടായിരുന്നയാൾക്ക്. വാസ്തവത്തിൽ മിസ്റ്റർ ശർമ്മ തന്റെ വീട്ടിൽ നിന്ന് ഭാര്യയുടെ മുറിയിലേക്ക് ഒരു രഹസ്യ തുരങ്കമുണ്ടാക്കിയിരുന്നു. ഭർത്താവ് പുറത്തുപോകുമ്പോൾ മിസ്റ്റർ ശർമ്മ അതുവഴി വരാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എലിക്കുവേണ്ടി വെച്ച കെണി കൃത്യസ്ഥലത്ത് പ്രവർത്തിച്ചു. തുരങ്കത്തിന് ആഴം കുറവായതിനാൽ അത് തകർന്നു. മിസ്റ്റർ ശർമ്മ കുടുങ്ങുകയും ചെയ്തു.